അയ്യോ എന്റെ പട്ടിക്കുഞ്ഞ്, എന്റെ മോളെ ഡയാനെ, അതിനകത്ത് പിടിച്ചിരി. ഞാൻ ഫയർ ഓഫീസിൽ വിളിക്കാം. അവിടെ വിളിക്കാം. പിടിച്ചിരുന്നു. ഇവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? ഹലോ ഹലോ, ഫാസ്റ്റിന്റെ ഓഫീസല്ലേ? അതെ, ഞാൻ പുള്ളിയുടെ മാനേജർ റെജി പുനലൂരാണല്ലോ. സോറി, ഫയർ ഓഫീസല്ലേ? ഫയർ ആൻഡ് FT. എടാ, അപ്പൊ നിനക്ക് അറിയാം, നീ എനിക്ക് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കുവാണോ? അല്ല, ഞാൻ കിണറ്റിന്ന് വിളിക്കുവാ. കിണറ്റിന്ന് വിളിക്കാൻ നീ എന്നാ തവളയോ? അതല്ല, ഞാൻ കിണറ്റിൽ ഒരാള് പോയി അവരെ എടുക്കാനായിട്ട് വിളിക്കുവാ. ഓക്കെ, ഈ പോയിരിക്കുന്ന ആണാണോ പെണ്ണാണോ? കുളിച്ചോണ്ടിരിക്കുവായിരുന്നു, പെണ്ണാ ഭാഗത്ത് പോയത്. അപ്പൊ ഒരു സ്കോപ്പ് ഉണ്ട്, നിങ്ങൾ ഫോൺ വെച്ചോ, ഞാൻ അങ്ങ് എത്തി. ഓക്കെ, മോളെ വിഷമിക്കണ്ട, ഇപ്പൊ വരും. എന്റെ ദൈവമേ. ആരാ? അല്ല, നിങ്ങൾ ഫയർഫോഴ്സിലോട്ട് വിളിച്ചില്ലേ? വിളിച്ചായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥനെ ഞാൻ. അല്ല, നിങ്ങളുടെ വണ്ടി എന്റെ മണി അടിച്ചോണ്ടല്ലേ വരുന്നത് സാധാരണ? സുഹൃത്തെ, ഞങ്ങളുടെ വണ്ടി ഉണ്ടല്ലോ, ഒരു സിനിമയുടെ വർക്കിന് പോയിക്കോ, മഴ പെയ്യിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ അവിടെ കിടന്ന സൈക്കിൾ കൊടുത്തോണ്ട് സാധനമൊക്കെ അതിനകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നതാ. അതിരിക്കട്ടെ, നിങ്ങളുടെ തൊപ്പി എന്തേ? ഓ, തൊപ്പി! ഇതിപ്പോ ആരാ തൊപ്പി വെക്കുന്നത്? ഇതെന്തോ കിരീടമൊക്കെ വെച്ചോട്ട്? എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത പല കാര്യങ്ങളാ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാമോ എന്താ പറ്റി? കഴിഞ്ഞ ദിവസം ഒരു വെണ്ണുമ്പിള്ള കിണറ്റിലെടുത്ത് ചാടി. എന്നിട്ട് അവരോട് കയറി വരാൻ പറഞ്ഞിട്ട് അവര് കയറി വരുന്നില്ല. അവർ അതിനകത്ത് കിടന്നോണ്ട് പറയുവാ, ഞാൻ ദേവി ദേവി, ഒരു 100 രൂപയുടെ ചുരിദാറോട്ടാണ് ദേവി ദേവിന്ന്. അപ്പൊ തന്നെ ഞാൻ ഈ കിരീടം എടുത്ത് വെച്ചിട്ട് ഒരു കയറ തൂങ്ങി കിണറ്റിലോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ ദേവിയാണ്, ഞാൻ ദേവനാ, കേരളീന്ന് പറഞ്ഞു. അങ്ങനെ ചാടി അതിനെ പൊക്കിയെടുത്ത് ദേവി ചൈതന്യം എന്ന് പറഞ്ഞൊരു സീരിയലിലെ സെറ്റിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ ഞാൻ. പിന്നെ വേറൊരു കാര്യമേ, എന്ന് എനിക്ക് പെട്ടെന്ന് ജോലി തരാം. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഡെയിലി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്. അതുകൊണ്ടേ ഞാൻ ചാടി നിൽക്കും ജോലിക്ക് വേണ്ടിട്ട്. അതെ, നീ വന്നേ. ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആണ് കേട്ടോ. പോസ്റ്റ്കോട്ടയുടെ ഗുണം അത്. ഞാൻ ശരീരം നോക്കും. കറക്റ്റ്. ബീഞ്ഞ് ഗ്ലാസ് ഉണ്ടല്ലോ, അതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് തന്നെ ഉണ്ടാക്കുവാണോ? ഉണ്ടാക്കല്ലേ. എന്തായാലും നിങ്ങൾ എന്നെ കളിയാക്കിയിട്ട് കാര്യമില്ല. ഞാനൊരു ഫയർമാൻ, അത് മനസ്സിലാക്കുക. ഫയർമാൻ അല്ലേ? നിങ്ങളൊരു വയർമാനാണ്. ഈ വയറും വെച്ചോണ്ട് ഈ കിണറ്റിനകത്ത് എങ്ങനെ ഇറങ്ങും? ഈ വയറും വെച്ചോണ്ട് ചെയ്യാത്ത പണി എനിക്ക് അറിയാൻ മേലാത്തോണ്ടാ. എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്തോരം അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഈ വയറ് കാരണം? ഈ വയറ് കാരണം എന്തോ അവാർഡ്? എന്താ അവാർഡെന്നോ? ഈ ചില മലമണ്ടയിലൊക്കെ തീപിടുത്തം ഉണ്ടാവും. അവിടെ ഈ ഫയർ എഞ്ചിൻ കയറി ചെല്ലുവല്ല. അപ്പൊ എന്നെ വിളിക്കും, ഞാൻ നേരെ അവിടെ ചെല്ലും. ചെന്നുടനെ ഒരു 60 ലിറ്റർ വെള്ളം ഞാനങ്ങ് കുടിക്കും. എന്നിട്ട് നിന്ന് കത്തുന്ന കെട്ടിടത്തിന്റെ മുന്നിലോട്ട് എന്നിട്ട് ഞാൻ വെള്ളം തുപ്പു ഇങ്ങനെ. അങ്ങനെ ഈ കെട്ടിടത്തിലെ തീ അണയ്ക്കും. അതുകൊണ്ടായി വയറിനുള്ള ഗുണമായത്. ആണോ? അപ്പൊ എന്തേലും ഒന്ന് ചെയ്യ്. എന്നാ വിഷയം ഇവിടെ ആരെ കെട്ടി ചാടി എന്ന് പറഞ്ഞ എന്നാ പറ്റിയ? കെട്ടി ചാടിയല്ല, ഡയാന പോയി. എടോ, ഒരു ഡൈനാമ പോയെങ്കിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞു. അയ്യോ, ഡൈനാമയല്ല, പിന്നെ എന്റെ എല്ലാം ഡയാന. എന്റെ ഡയാനയോ? കുളിച്ചോണ്ടിരുന്നപ്പോ പോയതാ. നല്ല സ്കോപ്പുള്ളൊരു കേസ് പാട്ടാ വന്നേക്കുന്നത്. ഇന്ന് ഞാൻ ഡയാനെ ചാടി കിണറ്റിലേക്ക് വീഴുന്നു, ഡയാനെ വാരി എടുക്കുന്നു, ആവശ്യം പോലെ കൃത്രിമ ശ്വാസം ചറപറാന്ന് പൊട്ടിക്കും. ഞാൻ കൃത്രിമശ്വാസം കൊടുക്കണ്ട. അങ്ങനെ പറയാൻ പറ്റുമോ? ഞങ്ങളുടെ അവകാശം. ഞാൻ കൃത്രിമ ശ്വാസം 7 കൊടുത്തിട്ട് ഞാൻ കയറുള്ളൂ. അവള് ചിലപ്പോ കടിക്കോ നക്കോ എല്ലാം ചെയ്യും. കടിക്കട്ടെന്നേ, കടിച്ചെന്നെ അങ്ങ് കീറട്ടെ. എന്നെ വലിച്ചു കീറിയാലും കുഴപ്പമില്ല, ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തിട്ട് ഞാൻ കയറുള്ളൂ. ഞാൻ പക്ഷെ പട്ടി കടിച്ച പേ വരത്തില്ലേ? ഏത് പട്ടി? അല്ല, ഡയാന എന്ന് പറയുന്നത് പട്ടിക്കുഞ്ഞാ. ഞാൻ പിന്നെ പട്ടിക്കുഞ്ഞിനെ വിളിക്കാൻ പറ്റില്ല, ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ വിളിച്ചും കൊണ്ട് വരുത്തി. പട്ടി എന്ന് പറഞ്ഞൊരു ജീവനല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞ വണ്ടി കൊണ്ട് വരണമെന്ന്. പട്ടി തല്ലി പറഞ്ഞു പോത്തില്ലേ? നീ നിന്റെ കാര്യം പറയാവേ. ഇതൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. എനിക്ക് പട്ടിയെ പേടിയാ. ഞാൻ പോ. പട്ടിയെ പേടിയല്ലാതെ നീ വന്നേ. നിങ്ങൾ ആരാണ് ഡിപ്പാർട്ട്മെന്റ് എടുത്തത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. സുഹൃത്തെ, എനിക്ക് പട്ടിയെ പേടിയാ. ഞാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ ജീവിതത്തിൽ? രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ മുറുക്കാൻ കച്ചവടത്തിനല്ല കേട്ടോ, മനസ്സിലാക്കണം നിങ്ങൾ. രക്ഷപ്പെടുത്തിയിട്ടുണ്ടോന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു അച്ഛനുണ്ട്. പുള്ളി ഈ തുണി തയ്ക്കുന്ന പരിപാടിയാ. ഈ പുള്ളിക്കാരൻ ഈ മെഷീന്റെ മോളിൽ നൂല് വെക്കത്തില്ല. പിന്നെ ആ ബണ്ടിൽ നൂലെടുത്ത് വായി വെച്ചോണ്ട് ഇങ്ങനെ കടിച്ചു പറിച്ചോണ്ട് ഇങ്ങനെ തയ്ക്കുള്ളൂ. ശൈലിയാ. ഒരു ദിവസം ഇങ്ങനെ തയ്ച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഒരു വായിക്കോട്ടെ വന്നു. ഈ ബണ്ടിൽ അകത്തോട്ടങ്ങ് പോകും. അന്നേരം തന്നെ ഞാൻ നേരെ അവിടെ ചെന്ന് നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ എന്റെ പൊന്നെ ഡോക്ടർമാർ അകത്തോട്ട് ഐസിയുനകത്തോട്ട് കയറ്റിയിട്ട് മൂക്കിൽ കൂടെ നൂല് വലിച്ചൂരുന്ന്, വായിൽ കൂടെ നൂല് വലിച്ചൂരുന്ന്, മൂക്കിൽ കൂടെ വലിച്ചൂരുന്ന്. ഒരു മനുഷ്യന്റെ ശരീരത്തെ എവിടെയൊക്കെ കിഴുത്തുണ്ട് അതിനകത്തൂടെ എല്ലാം നൂല് വലിച്ചങ്ങ് ഊരി വന്നു. എന്റെ ദൈവമേ, കുറച്ച് നേരം കഴിഞ്ഞ് കഴിച്ചപ്പോ ഐസുവിന്റെ മുന്നിൽ ഒരു കൂട്ടം ജനം. അപ്പൊ ഞാൻ അവിടെ ഒന്നൊരു പെങ്കൊച്ചിനോട് ചോദിച്ചു, എന്നടി കൊച്ചു അവിടെ ഭയങ്കര ബഹളം, എല്ലാ പ്രശ്നമെന്ന് ചോദിച്ചു. ആ കൊച്ചെന്നോട് പറയാണേ, മാമൻ ഇതൊന്നും അറിഞ്ഞില്ല, ഐസുവിനകത്തൊരു പട്ടുനൂൽ പുഴു വേണ്ട പ്രസവിച്ചു കിടക്കുന്നു.
അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എന്നോട് താനാ വർത്താനം പണയം. ഇയാളെ കഥ കേൾക്കാനല്ല ഇയാളെ വിളിച്ചു വരുത്തിയത്. എന്റെ ഡയാനെ രക്ഷിക്കൂ. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊന്ന് അമ്മറ, ഇത് നല്ല ആഴമുള്ള കിണറാണല്ലോ. അയ്യോടി, ഇതിനകത്തൊരു മരപ്പെട്ടി കിടക്കുന്നു കേട്ടോ. എന്നെ കുഞ്ഞ് നോക്കി 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 അയ്യാനമളെ മരപ്പെട്ടി കിടപ്പുണ്ട് അതിനകത്ത്. ഇല്ലല്ലോ ഇല്ലല്ലോ. താൻ ചുവട് നോക്കണോ, ഇങ്ങോട്ട് നോക്കണോ. കേട്ടോ, അതുകൊണ്ടോ അനക്കുന്നു കേട്ടോ. എല്ലാവരും അവിടെ നോക്കി നോക്കി നോക്കിയാ. ഇയാളെ അളിഞ്ഞ മോന്തയാ കാണുന്നത്. എന്റെ മോന്തായിരുന്നു. ഒരു കാര്യം ചെയ്യ്. കയറ്. അല്ല, അവൻ അങ്ങനെ പറഞ്ഞ കയറത്തില്ല. ഞാൻ കുറെ നേരം കൊണ്ട് പറഞ്ഞു. ഞാൻ ഈ കിണറ്റിലോട്ട് ചാടിയാലുണ്ടല്ലോ. പിന്നെ കയറാൻ പറഞ്ഞു. കയറാനല്ല പറഞ്ഞു, ഈ പട്ടിയെ രക്ഷപ്പെടുത്തുള്ള ഒരു കയറ് വേണം. അതെടുത്തോളൂ. കയറെടുത്തോളൂ. പെട്ടെന്ന് എടുത്തോ. നമുക്ക് ഇപ്പൊ തന്നെ സംഭവം സെറ്റാക്കി തരുന്നതായിരിക്കും. കയറ് കണ്ടോ പെട്ടിട്ടാട്ടെ. നാണം കെട്ടവന്, അതിനകത്ത് കിടക്കുന്ന പാട്ടിയുടെ അരിയില് 28 കെട്ടാനല്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നത്. പഴം കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ എന്ത് വേണ്ട? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എടുത്തോണ്ട് വരാം. ഞാൻ പറയാം. ശരി. ഈ കാണുന്ന പട്ടി എങ്ങനെയാണ് ഈ കിണറ്റിലേക്ക് ചാടിയത്? അത് അപ്പുറത്തെ വീട്ടിൽ ബിജുവിന് ഒരു ഡോഫർമാൻ ഉണ്ട്. എന്നാ പോയത്? പറഞ്ഞൊരു സാധനം കൊണ്ട് പോയി. ഞാൻ പറഞ്ഞതാ. എങ്ങനെ? ഡോഫർമാൻ അല്ല, ഡോബർമാൻ. പറ. അപ്പൊ എന്റെ ഡയാനയും ചില്ലറക്കാരിയല്ല. ഓഹോ, അവളും നമ്മുടെ ഇതാണല്ലോ. എന്നത്? ഡോഫ് ആണല്ലോ. മറ്റേ ഡാവാണല്ലോ. ലാഭോ? അപ്പൊ ഞാൻ വളർത്തുന്ന പട്ടിക്ക് എന്നെ നട്ടമാണോ? ലാഭമല്ല, എന്റെ ഡയാന ലാഭമാണല്ലോ. ലാഭമല്ല, അതിന്റെ പേര് ലാഭ്. എന്നിട്ട് ഇവര് തമ്മി പ്രേമമാണെന്ന്. 1 വർഷമായിട്ടുള്ള പ്രേമമാ. ഞാൻ ഒരു ദിവസം ഞായറാഴ്ച രാത്രി ഇറങ്ങി വന്ന് നോക്കുമ്പോ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നു. എന്നെ കണ്ടതും അവൻ അങ്ങോട്ടോടി, ഇവള് ഇങ്ങോട്ടോടി. എന്നെ കണ്ടപ്പോ ഞാൻ അടുക്കള വഴി ഓടി. ഞാൻ ചെന്ന് ഓടി. എന്താ എന്താ പറ്റി? അമ്മച്ചി, എന്താ കൊറേ നേരം കണ്ടമാനം കിടന്ന് കറങ്ങി തല ഇതിനെ രക്ഷിക്കാൻ ആരും ഇല്ല. എനിക്ക് BP കൂടിയെന്നാ തോന്നുന്നു കേട്ടോ. ഇതൊന്നും വലിയ കഷ്ടമാണെന്ന്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കാവോ? എനിക്ക് മേലാത്തോണ്ടാ. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മോളിൽ എനിക്ക് പിടിയുണ്ട്. MLA, മന്ത്രി എല്ലാരും. എന്റെ പട്ടിയെ എടുത്തരാൻ നിങ്ങൾ ഇവിടുന്ന് പോത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. തൊപ്പി തെറിപ്പിച്ചാലും അടുത്ത് നിന്ന് തുപ്പല് തെറിപ്പിക്കാതെ നീ വന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എങ്ങനെ രക്ഷപ്പെടുത്തു? ഞാൻ ഞങ്ങളുടെ വീടിന്റെ തലങ്ങണയുടെ അടിയിൽ ഒരു പ്രശാന്ത് കൂടി എടുത്തോണ്ട് പറഞ്ഞത്. ഇയാളെ പിടിക്കണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കും, ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇയാളെ സഹായം കണ്ടമാന ഷിറോ ഇത്ര ആഴമുള്ളതിനെ ചാടിക്കഴിഞ്ഞാൽ തത്തുപോകും. ഞാൻ ഇടയ്ക്ക് പിടിച്ചോളാം. മീനുണ്ടോ ഇതിനകത്ത്? ഇല്ല. ഒരു പള്ളത്തി കിടന്ന് വിളക്കുന്നുണ്ടല്ലോ. അയ്യോ, അത് തല കളിച്ചു കേട്ടോ അതിനകത്തോട്ട്. ഞാൻ സെറ്റ് ചെയ്യാം. കപ്പി കിടപ്പുണ്ടല്ലോ. എന്തോ കപ്പി കിടപ്പുണ്ടല്ലോ? രാവിലെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ കഴുകി കളഞ്ഞല്ലോ. എന്നത്? പട്ടിയുടെ അപ്പി. ഞാൻ ചാടുവാടാ, നീ എന്നെ രക്ഷിക്കും. എന്ത് പ്രശ്നം? പട്ടിയുടെ അപ്പിയുടെ കാര്യം അല്ല പറഞ്ഞത്. പിന്നെ ഈ കപ്പി കിടപ്പുണ്ടല്ലോ. ഞാൻ ഇതിനകത്തോടെ കയറിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിക്കോളാം. പിന്നെ വേറൊരു കാര്യം, ഇതിന് അത് ശരി അരിഞ്ഞാണോ ഒന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ പണയം വെച്ച് ചറടാ. ഞാൻ വല്ല പുഴുത്ത തെറിയാൻ വിളിക്കാൻ പറയും കേട്ടോ. ഞാനിത് ഉണ്ടാക്കാനാണ് ഇങ്ങോട്ട്. എനിക്കറിയാം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഒരു കാര്യം ചെയ്യും, ഒറ്റ വഴിയുള്ള ഒരു ടവല് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ടവല് നോക്കിക്കേ. എവിടെ ടവല് ഇവിടെ ഇല്ലെന്ന്. തോർത്ത് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? തോർത്തുണ്ടോ? കൊണ്ടോ തോർത്ത് കിട്ടി. ഇപ്പൊ വരും കേട്ടോ. കിഴക്ക് എവിടെയായിരുന്നു? കിഴക്ക്. ഇതിന്റെ കിഴക്ക് എവിടാന്ന് എനിക്കറിയത്തില്ല. അതല്ല, ഇവിടെ എവിടെ കിഴക്ക്? എവിടാ കിഴക്ക്? ഇവിടെ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് മാറി വന്നേ. ഭർത്താവേ, അത് രക്ഷിക്കുന്നേ. ഈ കിഴക്കോട്ട് തിരിഞ്ഞ് നീ മൂക്കിന്റെ ഭാഗത്തോട്ട് ഇങ്ങനെ കെട്ടിക്കോട്ടോ. ഇവിടെ താനല്ലേ ഇറങ്ങുന്നത്, പിന്നെ ഞാൻ എന്തിനു കെട്ടണം? അല്ലാതെ കെട്ടണം. അതെന്തിന്? ഞാൻ ഈ ഷൂ ഊരാൻ പോവാ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഷൂ ഊരട്ടെ. ഷൂ ഊരിട്ട് പെട്ടെന്ന് പട പറയുന്നത് ഞാൻ രക്ഷിച്ച് ഞാൻ തരാം. എന്താ പ്രശ്നം? അകത്ത് അളിഞ്ഞിരിക്കുമല്ലായിരുന്നു, തെല്ലിപ്പോയാ. കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞാൻ വരുവാ. മാമൻ വരുന്നുണ്ട് കേട്ടോ. വരുവാ. സാറേ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? മുത്തേ, ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, അവനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? അവൻ എന്റെ കൈ സേഫാ. അവിടെ എന്താ പ്രശ്നം? എന്നാ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. അല്ല, അവൻ വല്ല കഴിക്കുവോ? അവൻ വല്ല മാന്തിയോ? ഇല്ലെന്ന്. പിന്നെന്താ വെള്ളത്തിനകത്ത് ചോരമയം? അയ്യോ, അത് ഇന്നലെ ഫുട്പാത്തിൽ ഒരു ചുമന്ന നിക്കർ മേടിച്ചിട്ടതാ. വെള്ളമൊക്കെ എന്താ പറഞ്ഞ കവർ ഇളകിയതാ. അയ്യോ, അവനെ കൊണ്ടുപോവാ. പിടിച്ചോനെ, കൊണ്ടുപോവാ.
നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഞാൻ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും. ഞാൻ വിചാരിച്ചു ഈ വയറും വെച്ച് ഇറങ്ങത്തില്ല എന്ന് വിചാരിച്ചു. അയ്യോ, നിങ്ങൾ ഓക്കെ ആണല്ലോ? സാറിന് വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല. വേറെ വല്ലതും കണ്ടായിരുന്നു അതിനകത്ത്? ആരെന്നാ കാണാനായിട്ട്? ഒന്നും കണ്ടില്ലേ? ഇല്ല. ഒന്നും കണ്ടില്ലേ? ഇല്ല. ഒരു 16 അർണയും 2 രാജവെമ്പാലയും ഉണ്ടായിരുന്നു അതിനകത്ത്. ഇതിനകത്തോ? സാറേ, സാറേ, സാർ, 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 ഫയർഫോഴ്സിനെ വിളിക്കട്ടെ? ഫയർഫോഴ്സ് വേണ്ട. പിന്നെ 2 ടിപ്പറിനകത്തിച്ചിന് മണ്ണെടുത്ത് കിണറങ്ങ് മൂട പാട്ടി. എന്താ ദൈവമേ. ഒരു